കശ്മീരിൽ നിലപാട് ഘടിപ്പിച്ച സൈന്യം ആയുധം വെച്ച് കീഴടങ്ങിയില്ലെങ്കിൽ ഉന്മൂലനം ചെയ്യുമെന്ന അന്ത്യശാസനം. കശ്മീരിൽ ഉടൻ തെരഞ്ഞെടുപ്പ് വേണ്ടെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യയുടേത് തെളിവില്ലാത്ത ആരോപണമെന്ന് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്നും ചേരുന്നു. ജമ്മുകാശ്മീർ സ്ഫോടനം കഴിഞ്ഞ് 5 ദിവസം പിന്നിടുമ്പോഴാണ് കരസേനയും CRPF-ഉം ജമ്മുകാശ്മീർ പോലീസും സംയുക്തമായി വാർത്താ സമ്മേളനം നടത്തിയത്. പാകിസ്ഥാനാണ് സ്ഫോടനത്തിന് പിന്നിലെന്ന് സൈന്യം ആരോപിച്ചു. ആക്രമണം കഴിഞ്ഞ് 100 മണിക്കൂർ പിന്നിടുമ്പോൾ തന്നെ ജെയ്ഷെ മുഹമ്മദിന്റെ ജമ്മുകാശ്മീരിലെ മുഴുവൻ തീവ്രവാദികളെയും ഉന്മൂലനം ചെയ്യാൻ കഴിഞ്ഞുവെന്നും സൈന്യം വ്യക്തമാക്കി. കാശ്മീരിൽ തീവ്രവാദികളെ സഹായിക്കുന്ന യുവാക്കൾ തോക്ക് താഴെ വെക്കണം എന്നും സൈന്യം ആവശ്യപ്പെട്ടു. ഇതൊരു അന്ത്യശാസനമാണ്. ഇനിയൊരു മുന്നറിയിപ്പ് ഉണ്ടാകില്ല. സൈന്യത്തിന് നേരെ തോക്കെടുക്കുന്നവരെ ഇല്ലായ്മ ചെയ്യുമെന്നും സൈന്യം വ്യക്തമാക്കുകയും ചെയ്തു. We eliminated the JM leadership in the valley which was being handled by JM from Pakistan. All the mothers of Kashmir to please request their sons who have joined terrorism to surrender and get back to the mainstream. Anyone who has picked up gun in Kashmir will be eliminated. തീവ്രവാദി സംഘങ്ങളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് വർദ്ധിക്കുന്നുവെന്ന് കാശ്മീർ പോലീസ് അറിയിച്ചു. ഇവരെക്കുറിച്ച് കൃത്യമായ വിവരമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ നടപടികൾ ഇത്തരം യുവാക്കൾക്ക് നേരെ ഉണ്ടാകുമെന്നും ജമ്മുകാശ്മീർ SP അറിയിച്ചു. CRPF ആകട്ടെ ജമ്മുകാശ്മീർ വിദ്യാർത്ഥികൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങളിലാണ് ആശങ്ക പ്രകടിപ്പിച്ചത്. അവർക്ക് സംരക്ഷണം നൽകും. പക്ഷേ സ്ഫോടനം ഒരിക്കലും CRPF മറക്കില്ല. അതേസമയം സ്ഫോടനത്തിൽ പാകിസ്ഥാൻ പങ്ക് തള്ളി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഇന്ന് രംഗത്തെത്തി. ഇന്ത്യ ആക്രമണം നടത്തിയാൽ പാകിസ്ഥാൻ തിരിച്ചടിക്കും. എന്നാൽ ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടത് ചർച്ചയിലൂടെയാണെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അറിയിച്ചു. സംസ്ഥാനത്ത് ഒന്നും നടക്കില്ല എന്ന മനോഭാവമാണ് LDF സർക്കാർ 1000 ദിനത്തിലെത്തുമ്പോൾ മാറിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ നിക്ഷേപ സൌഹൃദ അന്തരീക്ഷമുണ്ടാക്കി. പൊതുമേഖലാ സ്ഥാപനങ്ങൾ 160 കോടിയുടെ ലാഭത്തിലെത്തി. പൊതുവിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിലും സംസ്ഥാനത്തിന് മികച്ച നേട്ടം കൈവരിക്കാൻ സാധിച്ചു. 1000 ദിനം തികയുന്ന നാളെ സർക്കാർ വിവിധ പദ്ധതികൾ നാടിന് സമർപ്പിക്കും. വിവരങ്ങളുമായി ഷീജ ചേരുന്നു. സാമൂഹ്യനീതിയിലധിഷ്ഠിതമായ സർവ്വതല സ്പർശിയായിട്ടുള്ള വികസനം, അതാണ് കഴിഞ്ഞ 1000 ദിവസം കൊണ്ട് സംസ്ഥാനത്ത് യാഥാർത്ഥ്യമായിരിക്കുന്നത് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വിശദീകരിച്ചത്. ഇവിടെ ചിലത് നടക്കും എന്ന നില വന്നിട്ടുണ്ട്. അതിൽ ഒട്ടേറെ ഉദാഹരണങ്ങൾ നാട്ടിലെല്ലാം അറിയാവുന്നതാണ്. ഇപ്പോൾ നാഷണൽ ഹൈവേ വികസനം, ഗെയിൽ പൈപ്പ് ലൈൻ, കൂടംകുളം വൈദ്യുതി ലൈൻ, ഇത്തരത്തിലുള്ള ഒരു തരത്തിലും നടക്കില്ല എന്ന് കരുതിയിരുന്ന കാര്യങ്ങളെല്ലാം നടക്കുമെന്ന അവസ്ഥ വന്നു കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്തുണ്ടായ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം അത് വൻകിട കമ്പനികളെയാണ് സംസ്ഥാനത്തേക്ക് എത്തിച്ചത്. അതോടൊപ്പം തന്നെയാണ് അദ്ദേഹം പ്രധാനപ്പെട്ട സംസ്ഥാനത്തിന്റെ വികസന നേട്ടങ്ങൾ എടുത്തു പറഞ്ഞ കൂട്ടത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ റെക്കോർഡ് ലാഭം, അവർ ആ രീതിയിൽ ഒരു റെക്കോർഡ് നേട്ടത്തിലേക്കാണ് ഇത്തവണ എത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ചും പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറുമ്പോൾ 131.6 കോടിയുടെ നഷ്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങൾ. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെയാണ് ചരിത്ര റെക്കോർഡുമായി 160 കോടിയുടെ ലാഭത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതോടൊപ്പം തന്നെ മറ്റൊന്ന് അദ്ദേഹം എടുത്ത് സൂചിപ്പിച്ചത് ഹർത്താലുകളുടെ കാര്യമാണ്. ഹർത്താലുകളുടെ കാര്യത്തിൽ കൃത്യമായ രീതിയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടി ആലോചിച്ചുകൊണ്ട് ഒരു പൊതു തീരുമാനത്തിലേക്ക് എത്തേണ്ടതുണ്ട്. സംസ്ഥാനത്തിന്റെ ഒരു സ്ഥിതി മെച്ചപ്പെടുത്താൻ എന്നുള്ള കാര്യം മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഇതിനുവേണ്ടി ഉടൻ തന്നെ ഇത്തരത്തിൽ സർവ്വ കക്ഷികളുടെയും സർവ്വ രാഷ്ട്രീയ പാർട്ടികളുടെയും യോഗം അടിയന്തരമായി തന്നെ വിളിച്ചു ചേർക്കും എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി ഇന്ന് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു. മറ്റൊന്ന്, കേരള ബാങ്കിലൂടെ സഹകരണ മേഖലയിൽ വലിയ ഒരു കുതിപ്പ് തന്നെയാണ് സംസ്ഥാനം പ്രതീക്ഷിക്കുന്നത്. അത് ഈ വർഷം തന്നെ അതിന്റെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് എത്തുകയാണ് എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുകയും ചെയ്തു. കിഫ്ബിയും വികസനത്തിൽ വലിയ പങ്ക് തന്നെയാണ് വഹിച്ചിട്ടുള്ളത്. 41,000 കോടിയുടെ പദ്ധതികൾക്കാണ് നിലവിലിപ്പോൾ കിഫ്ബി മുഖാന്തരം അംഗീകാരമായിരിക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അതിനോടൊപ്പം എടുത്തു പറയേണ്ടത് പൊതുവിദ്യാഭ്യാസം, ഒപ്പം ആരോഗ്യം എന്നീ മേഖലകളിൽ സംസ്ഥാനത്തിന് മികവുറ്റ നേട്ടം തന്നെയാണ് കൈവരിക്കാൻ ആയിട്ടുള്ളത് ഈ കഴിഞ്ഞ 1000 ദിനം കൊണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അതിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പൊതുവിദ്യാഭ്യാസത്തിന്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ പൊതുവിദ്യാലയങ്ങളിലേക്ക് കുട്ടികളുടെ എണ്ണത്തിൽ വലിയ വർധനവ് തന്നെയാണ്. 4 ലക്ഷത്തിലധികം 4.32 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ്
കുട്ടികളാണ് ഇത്തവണ പൊതുവിദ്യാലയങ്ങളിലേക്ക് പുതിയതായി എത്തിയതെന്നുള്ളത്, കഴിഞ്ഞ 2 വർഷത്തിനിടെ എത്തിയതെന്നുള്ളത് വലിയ ഒരു നേട്ടം തന്നെയാണ്. അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയുടെ മുഖം തന്നെ മാറുന്ന തരത്തിലുള്ള നേട്ടങ്ങൾ തന്നെയാണ് കഴിഞ്ഞ 2 വർഷമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ടത് രോഗി സൗഹൃദ അന്തരീക്ഷം, അത് പ്രാഥമികാരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് തലം വരെ ആ രീതിയിൽ വലിയൊരു നേട്ടം തന്നെയാണ് സംസ്ഥാനത്തിന് കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. പാവങ്ങൾക്കൊപ്പവും സർക്കാർ ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു നേട്ടം തന്നെയാണ് ക്ഷേമ പെൻഷനുകളുടെ കാര്യത്തിൽ സർക്കാർ സ്വീകരിച്ചത്. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറുമ്പോൾ 600 രൂപ ആയിരുന്നു ക്ഷേമ പെൻഷനുകൾ ലഭിച്ചുകൊണ്ടിരുന്നത്. അത് 1200ലേക്ക് ഇത്തവണ 100 രൂപ കൂടി വർദ്ധിപ്പിച്ചുകൊണ്ട് ആ രീതിയിൽ 1200ലേക്ക് ഇരട്ടിയാകുകയാണ് ഈ ഒരു 1000 ദിനം കൊണ്ട് എന്നുള്ളത് സർക്കാർ സാധാരണക്കാരനൊപ്പം ഉണ്ട്, അവർക്കും കൈത്താങ്ങായി ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് എന്നുള്ളതും മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണ് ദുർബല ജനവിഭാഗം മുതൽ പ്രവാസികൾക്ക് വരെ ആ രീതിയിൽ വലിയൊരു പിന്തുണ തന്നെയാണ് സംസ്ഥാന സർക്കാർ കൊടുക്കുന്നത്. ഏതായാലും നാളെ മുതൽ 27 വരെയാണ് സംസ്ഥാന സർക്കാരിന്റെ 1000 ദിനാഘോഷ പരിപാടികൾ നടക്കുന്നത്. ഇതിൽ നാളെ വൈകിട്ട് കോഴിക്കോട് വെച്ചായിരിക്കും ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുക. അതേസമയം സമാപന സമ്മേളനം നടക്കുന്നത് 27-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ചായിരിക്കും. കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥ ഇന്നത്തെ പര്യടനം കൊല്ലം ജില്ലയിലെ ചടയമംഗലത്ത് അവസാനിച്ചു. നാളെ പുനലൂർ, പത്തനാപുരം മണ്ഡലങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി പത്തനംതിട്ടയിൽ പ്രവേശിക്കും. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നു. രാഷ്ട്രീയമായി ഉയരുന്ന പ്രതിരോധങ്ങളെയും സമ്മർദ്ദങ്ങളെയും അതിജീവിച്ചുകൊണ്ട് അതിനെ കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ജാഥ അംഗങ്ങളൊക്കെ തന്നെ തെക്കൻ മേഖല കേരള സംരക്ഷണ യാത്രയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത്. അതിൽ പ്രധാനമായും അദ്ദേഹം കോടിയേരി ബാലകൃഷ്ണൻ ഊന്നിയത് സംസ്ഥാനത്ത് ഇന്ന് CPM-നെ ആക്രമിക്കുന്നതിനും CPM-നെ തകർക്കാൻ വേണ്ടിയുള്ള ഗൂഢശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ അക്രമ രാഷ്ട്രീയം, കൊലപാതക രാഷ്ട്രീയത്തെ ഒന്നും ഒരു കാരണവശാലും CPM അംഗീകരിക്കുന്നില്ല. CPM അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യില്ല. അതിന് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യുന്നവരെ വെച്ച് പൊറുപ്പിക്കുകയും ചെയ്യില്ല. ഇത് പാർട്ടി നൽകുന്ന അണികൾക്ക് അല്ലെങ്കിൽ പ്രവർത്തകർക്ക് നൽകുന്ന സന്ദേശമാണ്. ആ സന്ദേശം ഉൾക്കൊള്ളാത്തവർ ഈ പാർട്ടിയിൽ ഉണ്ടാകില്ല എന്നുള്ള മുന്നറിയിപ്പും കോടിയേരി ബാലകൃഷ്ണൻ എല്ലാ യോഗ സ്ഥലങ്ങളിലും സ്വീകരണ യോഗങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല, ഇങ്ങനെ ഒരു ജാഥ എന്തിനു നടത്തുന്നു എന്നുള്ളിടത്താണ് ഇതിൽ പ്രധാനമായും അദ്ദേഹം ഇതിന്റെ കാരണങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നത്. ഇന്നത്തെ ഈ ദേശീയ രാഷ്ട്രീയം, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ സംസ്ഥാന രാഷ്ട്രീയം എല്ലാത്തിനെയും ചുട്ട മറുപടി നൽകിക്കൊണ്ടാണ് കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥകൾ മുന്നേറുന്നത്. രാവിലെ QC മൈതാനിയിൽ കൊല്ലത്ത് അദ്ദേഹത്തിന് ഊഷ്മളമായ ജാഥ അംഗങ്ങൾക്ക് ഊഷ്മളമായ സ്വീകരണം നൽകി. തുടർന്ന് കരുനാഗപ്പള്ളിയിലും ഭരണിക്കാവിലും കൊട്ടാരക്കരയിലും ഗംഭീര സ്വീകരണങ്ങളാണ് ലഭിച്ചത്. ജാഥ സമാപിച്ചത് ചടയമംഗലത്തായിരുന്നു. ചെറിയ തോതിൽ മഴ പെയ്താൽ പോലും വലിയ തോതിലുള്ള ഒരു ജനക്കൂട്ടം ചടയമംഗലത്തും ജാഥയ്ക്ക് സ്വീകരണം നൽകാനായി എത്തിയിരുന്നു. ഇനി നാളെ പുനലൂരിലും അതുപോലെ തുടർന്ന് പത്തനാപുരത്തും ജാഥയ്ക്ക് സ്വീകരണം നൽകും. തുടർന്ന് പത്തനംതിട്ട ജില്ലയിലേക്ക് ജാഥ പ്രവേശിക്കും. സമര പോരാട്ടങ്ങളുടെ നാടായ കണ്ണൂരിൽ കാനം രാജേന്ദ്രൻ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥയ്ക്ക് ആവേശോജ്വല സ്വീകരണം. നാളെ പേരാവൂർ, ഇരിട്ടി സ്വീകരണത്തോടെ കണ്ണൂർ ജില്ലയിലെ പര്യടനം പൂർത്തിയാകും. വിവരങ്ങളുമായി സ്വാലിഹ് ചേരുന്നു. ബാബു പോൾ എഴുതിയതുപോലെ ഈ നാട് കാത്തിരിക്കുകയായിരുന്നു. നിരവധി സമരങ്ങളുടെയും കർഷക പോരാട്ടങ്ങളുടെയും നാടായ കണ്ണൂരിൽ വലിയ ആവേശമാണ് വടക്കൻ മേഖലാ ജാഥയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 4 സ്വീകരണ കേന്ദ്രങ്ങളാണ് ഉണ്ടായിരുന്നത്. രാവിലെ മമ്പറം പാലത്തിന് സമീപത്ത് വെച്ച LDF നേതാക്കൾ ജാഥയെ സ്വീകരിച്ചു. അതിനുശേഷം സ്വീകരണ യോഗം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ആവേശവും ജനപങ്കാളിത്തവും നമുക്ക് കണ്ണൂരിൽ കാണാൻ കഴിഞ്ഞിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞായിരുന്നു പ്രസംഗമുണ്ടായിരുന്നത്. കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ ദ്രോഹിക്കുകയാണ്. സർക്കാരിന് സംസ്ഥാനത്തിന് അർഹതപ്പെട്ടത് പോലും തടഞ്ഞു വെക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നു. ഇതിന് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ജനങ്ങൾ ഒന്നിച്ചു നിൽക്കണം. ഇതിനെതിരെ ജനകീയ ശബ്ദമുയരണമെന്ന് കാനം രാജേന്ദ്രൻ ആഹ്വാനം ചെയ്തു. LDF നേതാക്കൾ, ഘടകകക്ഷികളെ പ്രതിനിധീകരിച്ച എല്ലാ LDF ഘടകകക്ഷികളുടെയും നേതാക്കൾ ജാഥയെ അനുഗമിക്കുന്നുണ്ട്. MP ഗോവിന്ദൻ മാസ്റ്റർ തുടങ്ങി നേതാക്കളുടെ എല്ലാ പ്രസംഗങ്ങളും വലിയ ആവേശത്തോടെയാണ് കണ്ണൂർ സ്വീകരിക്കുന്നത്. ഘോഷയാത്രയായി സ്വീകരണ കേന്ദ്രങ്ങളിൽ നിന്ന് കേന്ദ്രങ്ങളിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കണ്ണൂരിൽ കാണുന്നത്. ഇനി നാളെ രാവിലെ ഇരിട്ടിയിലാണ് സ്വീകരണ കേന്ദ്രം. അതിനുശേഷം വയനാട് ജില്ലയിലേക്ക് വടക്കൻ മേഖലാ ജാഥ കടക്കും. 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നടൻ ജഗദീഷ് ശ്രീകുമാർ അഭിനയ രംഗത്തേക്ക്.
തൃശൂർ ചാലക്കുടിയിലെ വാട്ടർ തീം പാർക്കിന്റെ പരസ്യചിത്രത്തിലൂടെയാണ് മടങ്ങിവരവ്. അടുത്ത വർഷം മലയാള ചിത്രത്തിലൂടെ സിനിമാ രംഗത്തേക്കും ജഗദീഷ് ശ്രീകുമാർ തിരിച്ചെത്തുമെന്ന് മകൻ രാജ്കുമാർ കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിവരങ്ങളുമായി സിബി ചേരുന്നു. മലയാള സിനിമയുടെ എക്കാലത്തെയും ഹാസ്യ സമ്രാട്ട് ജഗദീഷ് ശ്രീകുമാർ വീണ്ടും അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്ന ഏറ്റവും സന്തോഷകരമായ വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. ജഗദീഷ് ശ്രീകുമാറിന്റെ മകൻ രാജ്കുമാർ തന്നെയാണ് ഈ ഒരു സന്തോഷ വാർത്ത കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെ പങ്കുവച്ചത്. തൃശൂർ ചാലക്കുടിയിൽ ഈ മാസം ഫെബ്രുവരി 27 സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്ന ഒരു പുതിയ പരസ്യത്തിലൂടെയാണ് ജഗദീഷ് ശ്രീകുമാർ 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത്. ഏതായാലും അതിനുശേഷം ഒരു വർഷത്തിന് ശേഷം അല്ലെങ്കിൽ അടുത്ത വർഷം തന്നെ ജഗദീഷ് ശ്രീകുമാർ മലയാള സിനിമയിലേക്ക് വീണ്ടും തിരിച്ചെത്തുമെന്നും അദ്ദേഹം കൊച്ചി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം എൻ്റെ പപ്പ ക്യാമറയ്ക്ക് മുന്നിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. പപ്പയുടെ കൂടെ ഞാനും എൻ്റെ സിസ്റ്റർ പാർവതിയും പിന്നെ കൊച്ചുമക്കളും ഇതിൽ അഭിനയിക്കുന്നു. ഇപ്പം ഒരുപാട് മാറ്റമുണ്ട്. ഓർമ്മയൊക്കെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഇമ്പ്രൂവ്മെൻ്റ് ഒരുപാടുണ്ട്. അപ്പം ഒരു പ്രതീക്ഷയോടുകൂടി ക്യാമറയുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. തുടർന്ന് അടുത്ത വർഷം ഒരു സിനിമയിലേക്കൂടെ അദ്ദേഹം തിരിച്ചു വരികയാണ്. രാജ്കുമാറിന് തന്നെ ഉടമസ്ഥതയുള്ള ജഗദീഷ് ശ്രീകുമാർ എന്റർടൈൻമെന്റ്സ് നിർമ്മിക്കുന്ന പരസ്യചിത്രത്തിലാണ് ജഗതിയും രാജ്കുമാറിന്റെ മകൾ പാർവതിയും അതോടൊപ്പം തന്നെ പേരക്കുട്ടികളും അഭിനയിക്കുന്ന ഒരു പരസ്യചിത്രത്തിലൂടെയാണ് ജഗദീഷ് ശ്രീകുമാർ വീണ്ടും അഭിനയ രംഗത്തെത്തുന്നത്. എന്തായാലും മലയാള സിനിമയെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് ജഗദീഷ് ശ്രീകുമാർ വീണ്ടും 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തുന്നു എന്നുള്ള വാർത്ത. 2012 മാർച്ച് 10 തേഞ്ഞിപ്പാലത്ത് വെച്ചുണ്ടായ വാഹനാപകടത്തിൽ ജഗദീഷ് ശ്രീകുമാറിന് ഗുരുതരമായി പരിക്കേൽക്കുന്നത്. അതിനുശേഷം അദ്ദേഹം വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷമാണ് അദ്ദേഹം ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചെത്തിയത്. പിന്നീട് കഴിഞ്ഞ 7 വർഷക്കാലം അദ്ദേഹം ചികിത്സയുമായി വീട്ടിൽ തന്നെ കഴിയുകയായിരുന്നു. എന്തായാലും മലയാള സിനിമയിലെ എക്കാലത്തെയും ഹാസ്യ സാമ്രാട്ടായ ജഗദീഷ് ശ്രീകുമാർ അല്ലെങ്കിൽ അമ്പിളിച്ചേട്ടൻ എന്ന് എല്ലാവരും സ്നേഹപൂർവ്വം വിളിക്കുന്ന ജഗദീഷ് ശ്രീകുമാർ വീണ്ടും മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ള ഏറ്റവും സന്തോഷകരമായ വാർത്തയാണ് ഇന്ന് കൊച്ചിയിൽ നിന്നും മകൻ രാജ്കുമാർ അറിയിച്ചത്. ഷുക്കൂർ കേസിൽ സിബിഐക്ക് വൻ തിരിച്ചടി. PJ രാജനും TV രാജേഷ് MLAയ്ക്കുമെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തി സമർപ്പിച്ച അനുബന്ധ കുറ്റപത്രം തലശ്ശേരി സെഷൻസ് കോടതി സ്വീകരിച്ചില്ല. കുറ്റപത്രം മടക്കിയ കോടതി വിചാരണ എറണാകുളം CJM കോടതിയിലേക്ക് മാറ്റണം എന്നത് ഉൾപ്പെടെയുള്ള സിബിഐയുടെ എല്ലാ ആവശ്യങ്ങളും തള്ളി. സംഘപരിവാറിന്റെയും UDFന്റെയും തെരഞ്ഞെടുപ്പ് അജണ്ടയായിരുന്നു ധൃതിയിൽ കുറ്റപത്രം സമർപ്പിച്ച നടപടിയെന്ന് വ്യക്തമായതായി CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. കണ്ണൂരിൽ നിന്നും M സന്തോഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഷുക്കൂർ കേസിൽ CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജനെയും TV രാജേഷ് MLAയും പ്രതി ചേർത്തത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്നുള്ള CPIMന്റെ ആരോപണം ശരിവെക്കുന്ന നടപടിയാണ് തലശ്ശേരി സെഷൻസ് കോടതിയിൽ നിന്നും ഉണ്ടായത്. CBI സമർപ്പിച്ച അനുബന്ധ കുറ്റപത്രം തലശ്ശേരി കോടതി സ്വീകരിക്കാതെ മടക്കി അയച്ചു. അതോടൊപ്പം തന്നെ CBI കോടതിയിൽ ഉന്നയിച്ച എല്ലാ ആവശ്യങ്ങളും കോടതി തള്ളിക്കളഞ്ഞു. കേസിന്റെ വിചാരണ എറണാകുളം CJM കോടതിയിലേക്ക് മാറ്റണം എന്നതുൾപ്പെടെയുള്ള CBIയുടെ ആവശ്യങ്ങളാണ് തലശ്ശേരി കോടതി തള്ളിയത്. നടപടികൾ പാലിക്കാതെ തിടുക്കത്തിൽ ധൃതി പിടിച്ച് ഈ അനുബന്ധ കുറ്റപത്രം തലശ്ശേരി കോടതിയിൽ സമർപ്പിച്ച CBIയുടെ നീക്കത്തിനാണ് കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടി ഏറ്റിരിക്കുന്നത്. CBI ഫയൽ ചെയ്ത അനുബന്ധ കുറ്റപത്രം അവർക്ക് തന്നെ മടക്കി നൽകുന്ന തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത്. സ്റ്റേറ്റ് പോലീസിന്റെ കുറ്റപത്രം ഈ കോടതി തന്നെ റീറ്റെയിൻ ചെയ്യാനും CBI ഇനി അത് സംബന്ധിച്ചുള്ള നടപടിയാണ് ഹൈക്കോടതിയിൽ എടുക്കേണ്ടത്. അതിനുവേണ്ടി അവർ സമയം ചോദിച്ചിരുന്നു, കോടതി അനുവദിച്ചില്ല. സ്വാഭാവികമായും ഈ CBI സമർപ്പിച്ച കുറ്റപത്രം CBIയുടെ കയ്യിലേക്കും കേരള പോലീസ് സമർപ്പിച്ച കുറ്റപത്രം തലശ്ശേരി കോടതിയിൽ ഇപ്പോൾ റീറ്റെയിൻ ചെയ്തിട്ടാണ് ഉള്ളത്. നേരത്തെ എറണാകുളം CJM കോടതിയും CBI സമർപ്പിച്ച അനുബന്ധ കുറ്റപത്രം മടക്കിയിരുന്നു. മാത്രമല്ല ഈ കേസിന്റെ CBI ഈ ഷുക്കൂർ കേസ് കൈകാര്യം ചെയ്ത രീതിയെ സംബന്ധിച്ച് വലിയ വിമർശനം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. കാരണം തെളിവുകളോ സാക്ഷികളോ ഇല്ലാതെയാണ്, അതായത് ഗൂഢാലോചന തെളിയിക്കുന്ന ഒരു തരത്തിലുള്ള തെളിവുകളും ഇല്ലാതെയാണ് P ജയരാജനെയും TV രാജേഷിനെയും പ്രതി ചേർക്കുകയും ഗൂഢാലോചന കുറ്റം ചുമത്തുകയും ചെയ്തിട്ടുള്ളത് എന്ന് ഈ കുറ്റപത്രത്തിന്റെ പകർപ്പ് പരിശോധിച്ചിട്ടുള്ള നിയമവിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ അഭിപ്രായപ്പെട്ടിരുന്നു. മാത്രമല്ല ഇതിൽ സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിൽ നിന്നും കളമശ്ശേരിയിൽ ബാങ്ക് വായ്പാ കുടിശ്ശികയുടെ പേരിൽ പ്രീത ഷാജിയുടെ വീടും സ്ഥലവും ലേലം ചെയ്ത സ്വകാര്യ ബാങ്കിന്റെ നടപടി ഹൈക്കോടതി റദ്ദാക്കി. ബാങ്കിന് പ്രീത ഷാജി 43,51,50,000 രൂപ അടയ്ക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. 2,70,00,000 രൂപ കുടിശ്ശിക ഉണ്ടെന്നായിരുന്നു ബാങ്കിന്റെ നിലപാട്. ലേലം നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തിയ കോടതി സംഭവത്തിൽ നീതി നിഷേധമുണ്ടായതായും വിലയിരുത്തി.
വാർത്തയുടെ വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്നും സാലിം മുഹമ്മദ് നൽകും. ബന്ധുവിന് 2 ലക്ഷം രൂപ ബാങ്ക് വായ്പ എടുക്കുന്നതിനു വേണ്ടി ജാമ്യം നിന്നതിന്റെ പേരിലാണ് കളമശ്ശേരി സ്വദേശിനി പ്രീത ഷാജിയുടെ കോടികൾ വിലമതിക്കുന്ന വീടും പുരയിടവും സ്വകാര്യ ബാങ്ക് ജപ്തി ചെയ്ത് ലേലം ചെയ്തത്. അതിനെതിരെ ആ ലേലത്തിൽ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടന്നുവെന്നും ആരോപിച്ച് പ്രീതയുടെ ഭർത്താവ് ഷാജിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ ഹർജിയിന്മേലാണ് ഇപ്പോൾ പ്രീത ഷാജിക്കും കുടുംബത്തിനും അനുകൂലമായി ഒരു കോടതി വിധി ഉണ്ടായിരിക്കുന്നത്. അതായത് ആദായനികുതി വകുപ്പിലെ ചട്ടം 69B പ്രകാരം ഉള്ള നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നും നിയമപ്രകാരമല്ല ഇത് നടപ്പിലാക്കിയതെന്നും കോടതി വ്യക്തമാക്കുകയാണ് ഉണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിൽ കോടതി കണ്ടെത്തിയത് ഇതിൽ നിയമവിരുദ്ധമായ പ്രവർത്തനം ബാങ്കിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇവർക്ക് ഈ ഹർജിക്കാർക്ക് നേരെ നിയമനിഷേധവും നീതി നിഷേധവും ഉണ്ടായി എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്. അതായത് 2009 നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതായിരുന്നു. പക്ഷേ 2014 നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. പക്ഷെ ആ 2014 നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത് വരെയുള്ള പലിശയും മുതലും പലിശയും പിഴപ്പലിശയും ചേർത്ത് ഈ ഹർജിക്കാരനിൽ നിന്ന് ഈടാക്കാനാണ് ബാങ്ക് ശ്രമിച്ചത്. ചുരുക്കത്തിൽ ബാങ്ക് വരുത്തിയ കാലതാമസം കൊണ്ട്, ബാങ്ക് നിയമം അനുസരിക്കാത്തതിന്റെ പേരിൽ ബാങ്ക് വരുത്തിയ കാലതാമസം കൊണ്ട് ഈ ഹർജിക്കാരനെ കടക്കണിയിൽ ആഴ്ത്തുകയായിരുന്നു ബാങ്ക് ചെയ്തത് എന്ന് കോടതി കണ്ടെത്തി. തിരുവനന്തപുരം വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ ഇടതുമുന്നണി പ്രത്യക്ഷ സമരത്തിലേക്ക്. ഫെബ്രുവരി 28-ന് ആയിരങ്ങളെ പങ്കെടുപ്പിച്ച് വിമാനത്താവള സംരക്ഷണ മാർച്ച് നടത്തും. തങ്ങളെ അവഗണിച്ച് മുന്നോട്ട് പോകാനാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാടെങ്കിൽ ബുദ്ധിമുട്ടേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പ്. ഇടതുമുന്നണി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കൺവെൻഷനിലാണ് മുഖ്യമന്ത്രി കോർപ്പറേറ്റുകൾക്കും കേന്ദ്ര സർക്കാരിനും മുന്നറിയിപ്പ് നൽകിയത്. വിവരങ്ങളുമായി ജീവൻ ചേരുന്നു. ജനങ്ങളുടെ കടുത്ത പ്രതിഷേധം ഉയർന്നു വരുന്നതിനിടെയും തിരുവനന്തപുരം വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. ഈ പശ്ചാത്തലത്തിലാണ് പ്രത്യക്ഷ സമരവുമായി ഇപ്പോൾ LDF രംഗത്ത് വരുന്നത്. വരുന്ന 25-ാം തീയതി തിരുവനന്തപുരം ജില്ലയിൽ കരിദിനം ആചരിക്കും. 28-ാം തീയതി വിമാനത്താവളത്തിലേക്ക് വിമാനത്താവള ജീവനക്കാരെയും അതോടൊപ്പം ബഹുജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് വിമാനത്താവള സംരക്ഷണ മാർച്ച് നടത്താനും ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്ന കൺവെൻഷൻ തീരുമാനിച്ചു. വിൽപ്പനയ്ക്ക് വെച്ചവരെ ഒറ്റപ്പെടുത്തുക, അതോടൊപ്പം വിൽപ്പനക്കാരെ തിരിച്ചറിയുക, ഈ 2 മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇന്ന് LDF തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. കൺവെൻഷൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്ത് പലതും തീരുമാനിക്കുന്നത് കോർപ്പറേറ്റുകളാണ്. ഈ സ്വകാര്യവൽക്കരണവും ചില കോർപ്പറേറ്റുകളുടെ ആഗ്രഹപ്രകാരം വന്നതാണോ എന്ന് ശങ്കിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ അത്തരക്കാരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ, കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിന്റെ ഒരു സഹകരണവും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾ കോർപ്പറേറ്റാണ്, എല്ലാം വെട്ടിപ്പിടിക്കാൻ കഴിവുള്ളവരാണ് എന്ന ഹുങ്കോടെ പുറപ്പെടുകയാണെങ്കിൽ അല്പം വിഷമം അനുഭവിക്കേണ്ടി വരും എന്നത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രമുഖ നേതാക്കളായ പന്ന്യൻ രവീന്ദ്രൻ, നീലലോകദാസൻ നാടാർ, ആനാവൂർ നാഗപ്പൻ, മുൻ സ്പീക്കർ M വിജയകുമാർ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം കൺവെൻഷനിൽ അണിനിരന്നിരുന്നു. ജനങ്ങളുടെ പൊതുവിൽ പ്രതിഷേധം ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിലും ലേല നടപടികളുമായി കേന്ദ്ര സർക്കാർ മുൻപോട്ട് പോകുന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഒരു പ്രത്യേക കമ്പനി രൂപീകരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരും ഈ ലേലത്തിൽ പങ്കെടുക്കുന്നതിനായി തീരുമാനിച്ചിട്ടുണ്ട്. ഏതു വിധേനയും തിരുവനന്തപുരം വിമാനത്താവളം പൊതുമേഖലയിൽ തന്നെ നിലനിർത്തുക എന്നതാണ് സംസ്ഥാന സർക്കാരും ഉദ്ദേശിക്കുന്നത്. അതിന് കൂടുതൽ ജനകീയമായ പിന്തുണ നേടിയെടുക്കുക എന്നതാണ് ഈ കൺവെൻഷൻ കൊണ്ട് LDF ലക്ഷ്യമിടുന്നത്. ഈ റിപ്പോർട്ട് കൂടി റിപ്പോർട്ടേഴ്സ് ഡയറി ഇവിടെ പൂർത്തിയാകുന്നു. നമസ്കാരം.